അല്ലടാ, അവന് കൈ വെച്ചെങ്ങനെ കളിക്കുന്നത്? അവര് ബൂട്ടിട്ടല്ലേ കളിക്കുന്നത്? അതാണ് അങ്കിളെ അലീനെ വ്യത്യസ്തനാക്കുന്നത്. അത്രയും ആളുകൾക്കൊപ്പം അവരുടെ കാലുകൾക്കിടയിലൂടെ അതേ വേഗത്തിലാവും കളി. ഹലോ, അത് ശരിയാവില്ല ഭാസ്കരേട്ടാ. ഒന്നാമത് നോട്ട് നിരോധനമായോണ്ട് ആ മേഖല ഒക്കെ സ്തംഭിച്ചെടുക്കുകയല്ലേ. അതിലിടക്ക് GST. ടൂർണമെന്റിന്റെ കാര്യമൊക്കെ എന്തെങ്കിലും ശരിയാക്കണ്ടേ? ആകെ പെട്ടിടക്കാന്ന്. ആ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. കിട്ടുമോ? ഇനി കറക്റ്റ് സംസാരിച്ചാ മതി. എന്തോ റെന്റ് കൊടുക്കേണ്ടിയൊക്കെ വരൂലേ? ഞാൻ അങ്ങോട്ട് വിളിക്കാം. കാരണം എന്താ വെച്ചാല് എനിക്കിന്ന് ഒരു മീറ്റിംഗ് ഉണ്ട്. അല്ലല്ല, നാട്ടിലാ. ആയിക്കോട്ടെ. ശരി. ഓക്കെ. അത് ഞാൻ വിളിച്ചിരുന്നു. പിക്ചർ ട്യൂബ് മാറ്റുന്നതിനേക്കാൾ നല്ലത് വേറെ TV ആവുന്നത്. LED ഒക്കെ പോലെ ഇതിനുള്ളിൽ LED TVന്റെ കുറവും കൂടി ഉണ്ട്. ഓ, ഒന്ന് മിണ്ടാണ്ടിരിയടാ. എല്ലാരും എത്തിയോ അലിയെ? എല്ലാരും എത്തി. നിങ്ങളെവിടെ പോയി കിടക്കേന്ന്? നിങ്ങൾക്കല്ല നേരത്തെ പോണ്ട്. ഇതെന്തൊരത്ഭുത, എല്ലാരും നേരത്തെ എത്തിക്കല്ലോ. അതൊക്കെ ഗജാജിന്റെ പവറാ. ഈ പറഞ്ഞേ ഗജാജിന്ന്. ഗജാജി അല്ലടാ ചങ്ങായി, ഗജാഞ്ചി. അതെന്നാടോ പറയുന്നത് ഗജാജി? ഓ, എന്തെങ്കിലും ആട്ടെ, കമ്മിറ്റി തുടങ്ങേണ്ടതാ. അർഷല് വന്നോ? അർഷല് സൽക്കാരത്തിന് പോയതല്ലേ? ഓന്റെ സൽക്കാരം ഇനിയും കഴിഞ്ഞിട്ടില്ലേ? ഓനിപ്പോഴും പൊരുത്തക്കോയിക്കളെ മാതിരി ഇരിക്കുക പോരെ തന്നെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ വരുന്ന 22-ാം തീയതിയാണ് ഹിൽ ബ്രദേഴ്സിൻ്റെ ടൂർണമെൻറ്റ് നടക്കുന്നത്. പതിപോലെ നമ്മുടെ ടീമും ഈ ടൂർണമെൻറ്റിൽ കളിക്കുന്നുണ്ട്. നമ്മുടെ അലിയുടെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അലിയെ കളിപ്പിക്കാവുന്നവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കറിയേണ്ടത് നിങ്ങളിൽ ആർക്കെങ്കിലും അലിയെ കളിപ്പിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നതാണ്. ഉണ്ടെങ്കിലത് തുറന്നു പറയണം. കമ്മിറ്റി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഉണ്ടെങ്കിൽ ഈ കമ്മിറ്റി തന്നെ തുറന്നു പറയണം. അലി കളിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അലിയുടെ കാര്യം കൃത്യമായി സംഘാടകരോട് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. ഇന്നാളത്തെ പോലെ കച്ചറ ഉണ്ടാവരുത്. അല്ല, കഴിഞ്ഞ തവണ പറയാഞ്ഞിട്ടല്ല അല്ലേ? പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ മറ്റ് ടീമംഗങ്ങളെ അതറിയിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ തവണ പ്രശ്നം ഉണ്ടായത്. ഇപ്രാവശ്യം അതുണ്ടാവില്ല. അവർ തന്ന ഫിക്ചറിലെ നിയമാവലികളിൽ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ഇതാ, സംശയമുണ്ടോ? ഒന്ന് വായിച്ചു നോക്ക്. പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞാൻ കളിക്കുന്നതിനോട് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ആരും അഭിപ്രായം തുറന്നു പറയാതിരിക്കരുത്. ഈ കളിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു എതിർപ്പില്ല അല്ലേ? നീ മിണ്ടല്ല, നിന്നോടല്ല പറഞ്ഞോളൂ. നമ്മുടെ ടീമിൻ്റെ കെട്ടുറപ്പാണ് നമുക്ക് ആവശ്യം. അറിഞ്ഞെടുത്തോളം ഇതൊരു വലിയ ടൂർണമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ സുരക്ഷയോർത്തിട്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. PC മുക്കിൽ നടന്ന കളിയിൽ അവിടുത്തെ കമ്മിറ്റി പറഞ്ഞപ്പോൾ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത്ര വലിയ ടൂർണമെൻ്റ് അല്ലെങ്കിലും അത്യാവശ്യം സെറ്റപ്പുള്ള ടൂർണമെൻ്റ് തന്നെയായിരുന്നു. അപ്പോൾ അവിടുന്ന് കിട്ടിയൊരു കോൺഫിഡൻസ് ആണ് ഇപ്പോൾ നമ്മുടെ ടീമിന് വേണ്ടി കളിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. ഈ ടൂർണമെൻറ്റിൽ പ്രൊഫഷണൽ താരങ്ങളൊക്കെ, അതായത് ലീഗ് താരങ്ങളൊക്കെ കളിക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. എൻ്റെ ശരീരം നോക്കി കളിക്കാൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ എനിക്കുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സന്തോഷത്തോടെ ഞാൻ പിന്മാറാം. ഈ ഒന്ന് മിണ്ടാന്നാലേ, ഈ ആദ്യമായിട്ടൊന്നല്ലോ ടൂർണമെൻറ്റ് കളിക്കുന്നത്. എത്ര ടൂർണമെൻറ്റ് ഈ കളിച്ചതാണ്. അന്നൊന്നും ഇല്ലാത്തൊരു പ്രശ്നമാണല്ലോ എനിക്കിപ്പോൾ. ഓ അൻവറെ, ഒന്ന് മിണ്ടാണ്ടിക്ക്. അപ്പോൾ അലിയെ കളിപ്പിക്കുന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ? അലി കളിച്ചോട്ടെ. ആർക്കെന്ത് പ്രശ്നമുള്ളത്? ഒരു പ്രശ്നവുമില്ല. നമുക്ക് എല്ലാവർക്കും സമ്മതമാണ്. എനിക്കൊരു അഭിപ്രായം പറയാനൊന്നുമില്ല. ഇവിടെ നെറ്റ് ഭയങ്കര സ്ലോ ആണ്, ഇല്ലാന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു വൈഫൈ വെക്കുകയാണെങ്കിൽ ഫുട്ബോളിൻ്റെ ലൈവ് സ്കോർ അറിയാനും എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഋത്തിക്ക് പറഞ്ഞത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. ഞാൻ ആ കാര്യം അംബാനിയായിട്ട് ചർച്ച ചെയ്ത്. അംബാനി പറഞ്ഞ് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ടവർ വെക്കാമെന്ന്. പിന്നെ അംബാനി വേറൊരു കാര്യം കൂടി പറഞ്ഞിക്ക്,
ഋത്തിക്ക് പണിക്ക് വേണം കേട്ടിക്കോ. എന്താ വിനട്ടാ? ഈ ആ ഫ്ലക്സിന്റെ പൈസ കൊടുത്തില്ലേ? ഏത് ഫ്ലെക്സിന്റെ? നമ്മളെ ഉദയന്റെ. ഇല്ല. ആ അത് കൊടുക്ക. അലി, ഇതിനെന്ത് കിട്ടൂ? ഇതിന് മാക്സിമം ഒരു 5-5.5 കിട്ടും. 5 റുപ്യ കിട്ടുള്ളൂ. എന്നാ അടക്കട്ടെ. എന്നാ ശരി, ഞാൻ പോയി വരാം. അൻവറേ, ഞാൻ കളിക്കണോ? ഞാൻ പിന്മാറിയാലോ? അല്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് ചങ്ങായി? ഈ കളിക്കാന്നുള്ള നമ്മളെല്ലാവരും കൊടുത്ത തീരുമാനമല്ലേ. പിന്നെ ഇപ്പം എന്താ ഒരു പ്രശ്നമോ? അല്ലടാ, നിഖിലിനും ഷാൽവീനൊക്കെ എന്തോ ഒരു ഇഷ്ടക്കേടുള്ള പോലെ. അവർക്കൊരു ഇഷ്ടക്കേടുമില്ല. അതൊക്കെ എൻ്റെ വെറും തോന്നല. അവരൊരു അഭിപ്രായം പറഞ്ഞതല്ലേ ഉള്ളൂ. ഈ അതൊന്നും ആലോചിക്കണ്ട. ഈ നല്ലോണം പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. അലി വലിയ ടൂർണമെൻറ്റുകളിൽ കളിക്കണം എന്നുള്ളത് അലിയേക്കാൾ കൂടുതൽ അൻവറിനാണ് ആഗ്രഹം. അത് അലിക്ക് നന്നായിട്ടറിയാം. അലിക്ക് വലിയ ടൂർണമെൻറ്റുകളിൽ കളിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ പ്രായോഗികതയെപ്പറ്റി അൻവർ ചിന്തിക്കാറില്ല. കാരണം അലിക്ക് എല്ലാം ഫുട്ബോളാണ്. ഫുട്ബോൾ കളിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അലി എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കുന്നത്. അലി സന്തോഷത്തോടെ എന്നും ജീവിക്കണം, അതുമാത്രമാണ് അൻവറിൻ്റെ ആഗ്രഹം. അതിനവൻ എന്തിനും തയ്യാറാണ്. കാൽപന്ത് കളിയുടെ ചടുല താളങ്ങൾ കോർത്തിണക്കി ഹിൽ ബ്രദേഴ്സ് ചെറ്റക്കടവ് സംഘടിപ്പിക്കുന്ന 3ാമത് പ്രാദേശിക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശം അലതല്ലുന്ന ഇന്നത്തെ അതിസങ്കീർണ മത്സരങ്ങൾക്ക് സാക്ഷികളാകുവാൻ ഈ ഗ്രൗണ്ടിലെത്തിച്ചേർന്ന മുഴുവൻ കായിക പ്രേമികൾക്കും ഹൃദ്യമായ സ്വാഗതം. അയാൾ കളിക്കാനുള്ളതാണ്. നീ ഒന്ന് ആ കമ്മിറ്റിക്കാരോടും ചോദിച്ചു. ശരി, ഞാൻ ചോദിക്കാം. ഹലോ ബോസേ, ഒന്ന് വിട്ടുവല്ലോ. ഹലോ, ഇതൊന്ന് നോക്കി. ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുമ്പോൾ പിന്നെ പ്രാദേശിക കാൽപന്ത് അയാൾ കളിക്കുന്നുണ്ടോ? എതിരാളികളുടെ അതെ, കളിക്കുന്നുണ്ട്. ഇതെന്താ ആൻബോളാ? മറുചേരിയിലും അല്ല, ഞങ്ങൾ ഫിക്ചറിലെല്ലാം വിശദമായിട്ട് എഴുതിയിരുന്നല്ലോ, വായിച്ചില്ലായിരുന്നോ? ഫിക്ചറിൽ ആന്റി കാപ്പിടുന്നല്ലേ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ വിചാരിച്ച ഒരു കാലിനെന്തോ കുഴപ്പമുള്ള ആളാണ്. ഇതിപ്പോ ഇത് ശരിയാവില്ല. അത് വിഷയാക്കണ്ട. നിങ്ങൾ കരുതുന്നമാരുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അലി കൈകൊണ്ടാ കളിക്കല്ലേ, അതോ നന്നായി കളിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫുട്ബോളിന്റെ നിയമത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അവന്റെ കൈക്ക് പകരം കാലിന് കൊള്ളാണ് ഫോള്. പിന്നെ നിങ്ങൾ ആശങ്കപ്പെടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഇതൊരു വലിയ ടൂർണമെന്റ് അല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് കാണിക്കുന്ന ആവശ്യം എന്താ? സെന്റിമെന്റ്സ് ഒന്നല്ല, ഞാൻ പറഞ്ഞല്ലോ അലി നന്നായി കളിക്കും. നിങ്ങൾ വിചാരിക്കുന്ന ഒരു കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഓക്കെ ശരി, ഞങ്ങൾ കുഴപ്പമില്ല. പക്ഷെ കളിക്കിടയിൽ അയാൾക്ക് എന്തെങ്കിലും പറ്റിയ ഞങ്ങളെ പറയരുത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളെ പേരെന്തേനും? എൻ്റെ പേര് സുഹൈൽ. സുഹൈലേ, ഓൻ കളിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഇന്നേ വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി അതല്ല, ഓൻ കളിക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങ് പിന്മാറിക്കാളി. നിങ്ങൾ കുറച്ച് ഫീസ് തിരിച്ചങ്ങരാ എന്താക്കുന്നത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങളെ പറയരുത്, അത്ര മാത്രം. അതെ, അലി കാലം കുറേ കളിക്കാൻ തുടങ്ങി, ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങൾ ഫോളോ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. എന്നാ ശരി. അൻവറേ,
ഇതൊരു പ്രശ്നമാക്കണ്ട, ഞാൻ പിന്മാറാം. ഈ ഒന്നും മിണ്ടാന്നാ, ഓരോരുത്തർ പറയുന്നത് കേട്ട് തളർന്നാ പിന്നെ അതിനെ കൂടും. എന്തായാലും ഒന്നുമില്ല, ഞാൻ പിന്മാറണോ ചോദിച്ചതാ. വെറുതെ ഞാൻ കാരണം. ഈ മിണ്ടാണ്ട് കളിക്കാൻ നോക്ക്. ഡാ അലി, ഈ കളിച്ച് കാണിച്ചു കൊടുക്ക് ഈ ആരാന്ന്. അല്ല പിന്നെ കളിക്കണം. ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ മാറ്റുരക്കാൻ ഉദയ കാവിലുമാരവും സിൻസിയർ കച്ചേരിമുക്കും ഗ്രൗണ്ടിലേക്ക്. കാലുകൊണ്ടുള്ള കളിയാണ് ഫുട്ബോളെങ്കിൽ കൈകൊണ്ടും അതേ ഫുട്ബോൾ കൊണ്ട് മൈതാനിയിൽ ഇന്ദ്രജാലങ്ങൾ തീർക്കാൻ തന്റെ കൈകളെ പാകപ്പെടുത്തിയ കാൽപന്ത് പോരാളി അലിപട നയിക്കുന്ന ഉദയ കാവിലുമാരം ഇതാ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. കളിയുടെ ആദ്യ പകുതി പിന്നിടുമ്പോൾ ഉദയ കാവിൽമാരം ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. എന്തേത്? അലി